എടാ എഴുന്നേരടാ, ഈ ഉച്ചക്കിടന്നിങ്ങനെ ഉറങ്ങിയാലോടാ. നീ ഇപ്പൊ അത് പൊട്ടിക്കും. ബലൂൺ പൊട്ടിയാ പേടിയുണ്ടാ? ബോംബ് പൊട്ടിട്ട് പേടിച്ചില്ല, പിന്നെ എടാ ബലൂൺ. കുഞ്ഞുഞ്ഞെ, ബോംബ് പൊട്ടി പോറ്റുമാരെങ്കിലും മൃതി അടഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ആരും കണക്ക് നോക്കിയിട്ടില്ല. ആരും മൃതി അടഞ്ഞു കാണത്തില്ല. എടാ ജപ്പാൻകാരുണ്ടല്ലോ, ജപ്പാൻകാർ ഇങ്ങനെ തോക്കെടുത്തം കൊണ്ട് പേടിയില്ലെന്ന് പറഞ്ഞിട്ടോ? അല്ല, ബലൂൺ പൊട്ടിയാൽ പേടിയൊന്നുമില്ല. ബോംബ് പൊട്ടിട്ട് പേടിച്ചിട്ടില്ല. ബോംബ് എവിടെ കിടക്കുന്നു, ബലൂൺ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? രാജമ്മേ, എനിക്ക് ഇവിടുന്നൊരു സോപ്പ് വേണം. ഇവിടെ ആളില്ലേ? ഓ, എന്താ വേണ്ടേ? ഒരു സോപ്പ് വേണം. സോഡയല്ലേ, സോപ്പ്. അല്ല, ഞാൻ വിചാരിച്ചു സോഡയായിരുന്നു കേട്ടാ. അല്ല, ഇതിങ്ങനെ ആവി പോവില്ലേ? ഒരു സോപ്പിങ് തന്നെ. എന്തേ? സന്തോഷായി. ഇതിന് വില എന്താന്ന്? ഇഷ്ടമുള്ളത് തന്നാ മതി. നല്ല കച്ചവടാ. പാപ്പ ഇങ്ങ് വരട്ടെ. അല്ലേ, നമ്മൾ വിചാരിച്ചേ ആ പോയത് രണ്ടും കതീശയാണെന്ന്. തങ്കച്ചനെ കുളിപ്പിച്ചോ ചേട്ടത്തി? കുളിപ്പിച്ചു. അയ്യോ, അവന്റെ കിടപ്പ് കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി റാഹേലെ. എങ്കിലും എന്റെ ആങ്ങളെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അതിന് ചേട്ടത്തിയുടെ ആങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. എന്നാലും അവൻ ഇങ്ങനെ ചെയ്തല്ലോ. അവന്റെ അമ്മ മരിച്ചേ പിന്നെ ഞാനാ അവനെ വളർത്തിയത്. തങ്കച്ചന്റെ അപ്പച്ചനാ റാഹേലെ അവനെ പഠിപ്പിച്ച് ഇത്രയാക്കിയത്. അന്യന്മാരോട് ചെയ്യുന്നവരല്ലോ അവൻ ഞങ്ങളോട് ചെയ്തത്. ചേട്ടത്തി അതൊന്നും ഓർത്തു സൂക്ഷിക്കാതെ. കർത്താവ് തങ്കച്ചന് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കും. നീണ്ട കഥ, യുദ്ധവാർത്തകൾ, കവിത, മഹാകവി വെള്ളത്തോ. ചേട്ടാ, കവിത കേൾക്കണോ ചേട്ടാ? എനിക്ക് കേൾക്കണ്ട. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ സുഖമാണ്, അവിടെയും അപ്രകാരമെന്ന് വിശ്വസിക്കുന്നു. എന്നാ പ്രിയപ്പെട്ട തങ്കമ്മയ്ക്ക് തങ്കച്ചൻ ഒപ്പ് മറുപടി അയക്കണം. കമ്പി അടിക്കാം. കുഞ്ഞുഞ്ഞെ, വൈമാനിയന്മാരുടെ പോറ്റുമാരുണ്ടോ? അവരുമല്ല. അപ്പൊ ബോംബിനെ പറ്റി പേടിയില്ലെന്ന് ഞങ്ങളുടെ ക്യാപ്റ്റന് ഞങ്ങളെ പറ്റി അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഒരു 5-6 പേരെ അങ്ങോട്ട് മുമ്പോട്ട് വിട്ടു. മുമ്പേ അപ്പോഴാണ് ഈ ജപ്പാന്റെ വിമാനം ഉണ്ടല്ലോ, അതിങ്ങനെ വന്നിട്ട് ഓരോ ബോംബ് ഇങ്ങനെ ഇട്ട് തുടങ്ങി. ബാമ്പ് ഞങ്ങൾ ഇത് ഓരോന്നിങ്ങനെ കയ്യിൽ വാങ്ങിച്ചു തുടങ്ങി. അന്നും അപ്പൊ കൈകൊള്ളൂലേ? ഇല്ല, അതിങ്ങനെ ഈ കയ്യിലിടും ഈ കയ്യിലിടും, അങ്ങനെ അമ്മാനാടിക്കൊണ്ട് ബോംബുകളെ പിടിച്ചോണ്ടിരിക്കും. അങ്ങനെ എന്ത് പറ്റിയടാ? ഭർത്താനത്തിന്റെ നെറ്റില് നമ്മളെ കടി പോയി. എന്നിട്ട് അവൻ ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അവളെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങളുടെ ഈ ബോംബിരിപ്പുണ്ടല്ലോ, ഇതിങ്ങോട്ട് എടുക്കുക, ഒരു ഒറ്റ അവന്റെ സകല വിമാനം ദേ തലയും കുത്തി തറയും. അപ്പൊ ഇതാണ് ഈ ബോംബേറി വിമാനം. ബോംബേറി അങ്ങനെ ഓ, അപ്പോട്ടന്മാരെ ഒരു ചായ കുടയിലേക്കായിരിക്കും ചായ ഒഴിക്കുന്നത്. ഈ ഇരിഞ്ഞാലക്കൂടെ ഒന്ന് മടക്കിക്ക്. അത് മടങ്ങൂല, അത് കൊടകരയാണ്. ഇയാളിനി അർദ്ധരാത്രിക്കും കൂടെ പിടിക്കും. ആ തോമാച്ചൻ മരിച്ചതിൽ പിന്നെ വസ്തുക്കൾ കുറയും അടിച്ചില്ലയോ? ഞാൻ അങ്ങനെ ഒരുത്തൻ്റെ 4 കാശ് പിടിച്ച് വരച്ചിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള കാശ് ഞാൻ അങ്ങ് ഈടാക്കി. നല്ല ഈടാക്കല. എന്നാലും കുറിപ്പച്ചോ, ആ തോമാച്ചന്റെ കുടുംബത്തോട് അത് ചെയ്യേണ്ടില്ലായിരുന്നു കേട്ടോ. ഈ കുട ഒന്ന് മടക്കുന്ന ഞാൻ മടക്കത്തില്ലെന്ന്. അതിന് ഞാൻ ഈ കുതിര എടുത്ത് ആണി വെച്ചിരിക്കുക. ആണി വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്കുക വഴിയുന്ന. സൈക്കിള് ചോദിക്കാം. സൈക്കിള് ചോദിക്കും. എനിക്ക് ദേഷ്യം വരും. കുഞ്ഞുഞ്ഞെ, ഇത് പാരച്ചൂട്ട് കൂടെയാണോന്ന്?
ഇവനെ അതിനും കൊള്ളിക്കാം. വരും, കാണിച്ചു തരാം. അതോ നമ്മളും പറഞ്ഞേ ഏട്ടെങ്കിൽ രാജാക്ക് വന്നല്ല. എവിടെ പോണേ? കവിത ഞാനാ കെട്ടിയിട്ട് അല്ല കാണിച്ചിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. എന്റെ പൊന്നു ഞാൻ വാപ്പയെ വിളിക്കും. വാപ്പാ അല്ലോ വേണ്ട മാമ ഉറങ്ങിക്കോ, ഇവിടെ ഒന്നുമില്ല. അല്ല ഇതേ പൊന്നു കത്തിച്ചാതെ ഒന്ന് എന്റെ ഇപ്പൊ തുടങ്ങും കത്തില്ല. ഒന്ന് വിട്ട് കത്തിച്ചാ എന്നെ കൊന്നിട്ട് ഞാൻ അമ്മച്ചി വിശക്കുന്നല്ലോ അമ്മച്ചി, ഒന്നുമില്ലേ? പിന്നെ നീ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ലയോ? വയസ്സ് ചെന്ന ഒരു അമ്മ ഇവിടെ ഉണ്ടെന്ന് വെച്ച് ഇവിടെ ഒന്നും മുളച്ചു വരത്തില്ല. എന്നും നീ ഇവിടെ ഇറങ്ങി പോകുന്നത് കാണാമല്ലോ. എവിടാടാ നീ പോകുന്നത്? ഞാൻ തെണ്ടാനാണ് പോകുന്നത്. അതിന് നീ ഞങ്ങളെ ഇറക്കി വിടും. അമ്മയും പെങ്ങളെയും പുലർത്താനുള്ള പ്രായം നിനക്കായി. ഒരു കുടുംബം നോക്കേണ്ടവനാടാ നീ. മതി പറഞ്ഞത്. മോനെ, എന്റെ പൊന്നു മോൻ അമ്മയോട് കെറിയിക്കല്ലേടാ. അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ പൊന്നു മോനെ ഞാൻ എന്തൊക്കെ പറഞ്ഞടാ. അമ്മേ, തീ തിന്ന് തിന്ന് അമ്മയുടെ തലയ്ക്ക് വെളിവ് കെട്ടി പോയടാ മോനെ. അമ്മേ. ഉറങ്ങുകയാണോ? അല്ല സ്വപ്നം കാണുകയാണോ? എന്തു പറ്റി തങ്കച്ച? എനിക്ക് വയ്യ തങ്കം, എന്തൊരു ദുരിതമാണ്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. ഇക്കാലമൊക്കെ മാറും. അപ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ല. തങ്കച്ചൻ നിരാശനാകരുത്. ധൈര്യമായിരിക്കും. തീർച്ചയായിട്ടും ജോലി കിട്ടാതിരിക്കില്ല. വരു തങ്കച്ച, വരും, വീട്ടിലേക്ക് പോകാം. അപ്പോഴേ ഇതുവരെയുള്ള നമ്മുടെ കടം തീർന്നു കേട്ടോ. അപ്പോഴേ ഇത് എവിടെ നിന്ന് അടിച്ചടിയാ കോഴിയെ? ഹലോ മിസ്റ്റർ തങ്കച്ചൻ, കമോൺ കമോൺ. ഇടേ രണ്ട് ചായ ഇടേ. ഇത് തങ്കച്ചൻ. അയ്യോ എനിക്ക് വേണ്ട. കുടിതിരുമേനി. അല്ല അമ്മയാണ് എനിക്ക് വേണ്ടേ. ഇത് ബോംബ് കുഞ്ഞു ഞാൻ പറയുന്നത് കുടിക്കാൻ. നാരണൻകുട്ടി എന്റെ ചായയിൽ വെള്ളമേ ഒഴിക്കണ്ട. എനിക്ക് 2 ദിവസമായിട്ട് ജലദോഷം. ഓ ശരി ശരി. അപ്പോഴേ തങ്കച്ച, നിന്റെ പഠിപ്പൊക്കെ അങ്ങ് നിർത്തിയില്ലേ? നിർത്തി. അപ്പോ ഇപ്പൊ എന്നാ പണി? ഇപ്പോ പണിയൊന്നും ആയിട്ടില്ല. അങ്ങനെ സ്റ്റൈൽ. നീ ഇങ്ങനെ അരിഞ്ഞിരിഞ്ഞ് നടക്കാതെ പട്ടാളത്തിൽ ആളെടുക്കുന്നുണ്ട്. നീ അതിൽ ചെന്ന് ചേര്. നാരണൻകുട്ടി എന്തോ പഞ്ചസാരയിൽ ഒരു തരി പോലും ഇല്ലല്ലയോ? ഒരു തരി പോയിട്ട് ഒരു ടീസ്പൂൺ പോലും ഇവിടെ എടുക്കാനില്ല. കുഞ്ഞുഞ്ഞേ, ഓ, യുദ്ധത്തിന് എന്തിനാ പഞ്ചസാര? അത് പറഞ്ഞുതരാം. പഞ്ചസാരയിൽ വിഷം കലർത്തി വിമാനത്തിൽ കൊണ്ടു നടക്കും. എന്നിട്ട് പൊതുക്കളായിട്ട് കെട്ടി കീഴ്പോട്ടിടും. അത് കണ്ട് ജപ്പാൻകാർ മൊട്ടായിന്ന് വിചാരിച്ച് എടുത്തു തിന്നു. അവനെല്ലാം ക്ലോസ്, അവന്റെ ഷാപ്പ് പൊട്ടും. അങ്ങനെയല്ലേ ഞങ്ങൾ ജപ്പാൻകാരനെ പിടിച്ചത്.